ഡോക്ടർ അജിൽ കോട്ടായിൽ, നമ്മളിപ്പോൾ സംസാരിച്ച് തുടരുന്നത് പുഴകളിലാണ്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ നയം പറഞ്ഞു. ഈ പുഴകൾ കൂടുതൽ സ്വതന്ത്രമാക്കപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും പുഴകളിൽ ഈ പറയുന്ന പോലെ മണലിന്റെ സ്വാധീനം കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഈ ഒരു പ്രത്യേക മാറിയ കാലാവസ്ഥ വ്യതിയാനം ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റുമോ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അതിന്റെ ആഴം കൂട്ടണമെങ്കിൽ ആഴം കൂട്ടണം, അതിന്റെ സൈഡിലുള്ള ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. കാര്യം ഈ പറയുന്ന പോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് 300-400 മില്ലിമീറ്റർ മഴ ഒരു പ്രദേശത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ എത്ര ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഫ്ലഡിംഗ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നമുക്കുണ്ടാകും. അപ്പോൾ അത് കുറയ്ക്കാൻ, അതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. തീർച്ചയായിട്ടും അത് കൂടുതൽ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന വിദഗ്ധരാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. പക്ഷേ നമുക്ക് കാലാവസ്ഥ പ്രഡിക്ഷൻ, അതായത് എക്സ്ട്രീം വെതർ പ്രഡിക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രീം റെയിൻഫോൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുമ്പോൾ തന്നെ അതിന്റെ ലോക്കലൈസേഷൻ ഏത് റീജിയനിലേക്കാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഒരുപാട് ഡേറ്റകൾ അവൈലബിൾ ആണ്. സാറ്റലൈറ്റ് മെഷർമെന്റ്സ് അവൈലബിൾ ആണ്, ഒത്തിരി റഡാർ മെഷർമെന്റ്സ് അവൈലബിൾ ആണ്. സാറ്റലൈറ്റ് ഡേറ്റ എന്ന് പറയുന്നത് എവരി 15 മിനിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ഡേറ്റ അനലൈസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇതേപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതൊക്കെ ചെയ്യുന്ന വിദഗ്ധരുണ്ട്. അവരെയും കൂടി കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ എക്സ്ട്രീം റെയിൻഫോളിന്റെ ലോക്കലൈസേഷൻ നമുക്ക് എത്ര മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു 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 മെത്തേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ നമുക്ക് വഴിയില്ല. കാര്യം നമുക്ക് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റ്സ് കൊണ്ട് നമുക്ക് മനുഷ്യന്റെ ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അതിന്റെ തോത്, മരണത്തിന്റെ തോത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കണം. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ എത്രയും അടിയന്തരമായിട്ട് തന്നെ ഇതേപോലെ ഗവൺമെന്റ് ഏജൻസികൾ കൈക്കൊള്ളേണ്ട സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന പോലെ അത് എത്രത്തോളം ഈ ഒരു കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസീസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എങ്കിൽ തന്നെ ഈ 2018-19 തീർച്ചയായിട്ടും 18-19 ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഇംപ്ലിമേഷൻ സ്കെയിലിൽ ഒത്തിരി നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും പോരാന്നാണ് ഈ ഒരു ദുരന്തങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അതൊന്നും പോരാ, നോട്ട് ഇനഫ്. അതാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു എക്സ്ട്രീം റെയിൻഫോളിന്റെ ഏത് റീജിയൻസിലേക്കാണ് മാറുന്നതിനെ കണ്ടെത്താനുള്ള വഴികൾ നമ്മുടെ ഈ പറയുന്ന ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളെയും അതേപോലെ തന്നെ താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെയൊക്കെ കോർത്തിണയിക്കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം.